ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞ് ഡെൻമാ ലൈഫ് എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ റൂം മൊത്തം കുറേ കിടക്കാണ്. 3 ദിവസം ടൂർ പോയി. അപ്പോൾ ടൂർ പോയ സമയത്ത് റൂം മൊത്തം അലമ്പഴ കിടക്കുന്ന ഡ്രസ്സ് എടുത്ത് മറ്റെടുത്ത് അങ്ങനെ പെട്ടെന്ന് പോയ ടൂർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റൂം അഴുക്കായും ചെയ്തു. അപ്പോൾ എനിക്ക് ഒന്ന് റൂം ക്ലീൻ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഡെൻമാ ലൈഫ് കൂടി ആവാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇതിന് പറ്റിയിട്ടുള്ള ഒരു സാധനം പറഞ്ഞാൽ ഇതിൻ്റെ മോളിൽ കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ക്യൂട്ടാക്കണം. അപ്പോൾ അതിനും കൂടി ഞാൻ കുറച്ച് സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോനകത്ത്. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ പെട്ടോടും കൂടി ഒന്ന് ഫില്ല് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഇത്രയും കൂടി ക്യൂട്ടായിട്ട് കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള ഇതെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, പുതിയത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് 4 സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു വെച്ചു. ഡെക്കറേറ്റ് അല്ല, എൻ്റെ ഡെയിലി വിയർ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാധനം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഷീറ്റ്, അതായത് ഞാനൊരു നേരത്തെ ഒരു ടവൽ എന്ന് വെച്ചൊരു ഷോളാണ് വിരിച്ചിരുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് വേറൊരു ഷോൾ ഇട്ടു. പിന്നെ മോളിൽ ഞാൻ പെറ്റ് ബോർഡ് വെച്ചു, ഹോം മെയ്ഡ് പെറ്റ് ബോർഡ്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷൻസ് വെക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതാണ്. അതായത് നമ്മൾ ഓരോ റിസോർട്ടിന് മേടിക്കുന്ന ബ്രഷസ് ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ കൂടുതലും. അപ്പോൾ നമ്മൾ ഓരോ 6 മാസം കഴിയുമ്പോൾ ബ്രഷ് മാറ്റുന്നത്, അതുകൊണ്ട് തന്നെ പുതിയത് മേടിക്കാറില്ല. ഞാനിങ്ങനെ സ്റ്റോറേജ് ഇങ്ങനെ വെക്കാറാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാനിത് മാറ്റും, കാരണം ഈ ലുക്കിന് പറ്റിയത് തന്നെ വെക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇത് ഞാൻ മാറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 3 സാധനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ഇങ്ങനത്തെ ഒരു തുളിപ്സാണ്, ബട്ട് ഇത് തുളിപ്സായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ എൻ്റെ പേര് വരുന്ന ഒരു കാർഡും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫോം ബോർഡിലാണ് കേട്ടോ. പിന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു മേഘം പോലെ സെറ്റ് ചെയ്താണ്. പക്ഷേ എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഏറ്റവും സിമ്പിൾ ഇതാണ്, കാരണം ഇതാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത്. പിന്നെ ഇത് കുറച്ച് പാടുപെട്ടാണോയെന്ന് ചോദിച്ചാൽ അല്ല, എനിക്കിങ്ങനെ ഈ സൈഡൊക്കെ ഒന്ന് എഡ്ജൊക്കെ ഒന്ന് ശരിയാക്കാൻ തോന്നിയപ്പം അങ്ങനെ കുറേ നേരം അതിൻ്റെ സമയം പോയി. പക്ഷേ ഇതിലങ്ങനെ സമയം പോയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഹാങ് ചെയ്യാൻ ക്ലിപ്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 3 ക്ലിപ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഈ ക്ലിപ്സ് ഇപ്പോൾ ഒരെണ്ണം കാണുള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ എവിടെ നിന്നെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ബ്രഷ് ഞാൻ എന്തായാലും മാറ്റും, കാരണം ഇതിനോട് ചേരണില്ല ഇതിൻ്റെ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ അടുത്ത പാട്ട് ഞാൻ കാണിക്കാം. ഞാൻ എൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ലാമ്പും പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും കൂടി വെക്കാൻ പോകട്ടെ. ഫസ്റ്റ് ഞാനൊരു സൺസ്ക്രീൻ വെക്കാം. പിന്നെ ഞാനൊരു ഫൗണ്ടേഷൻ കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതിങ്ങനത്തെ ക്യാപ്പ് വരുന്ന കേട്ടോ ഞാനിവിടെ വെക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രഷും കൂടി ഞാനിവിടെ വെച്ചോളാം കേട്ടോ. ഇനി ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ എന്ത് വെക്കുന്നത് നോക്കട്ടെ കേട്ടോ. ഒരു കുഞ്ഞ് ടൂത്ത് പേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂറോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവത്തിന് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ഇവിടെ വെക്കണത്. അപ്പോൾ ഇത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബനാന ക്ലിപ്പാണ് വെക്കുന്നത്. അപ്പം അതും പിന്നെ ഒരു കുഞ്ഞ് പൗഡറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ ഇത് ഞാൻ ചിലപ്പോൾ മാറ്റുള്ളൂ. ഇതെനിക്ക് മാറ്റണം തോന്നി, അപ്പോൾ ഞാനത് മാറ്റും. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഒരു പെർഫ്യൂമാണ് വെച്ചെടുക്കുന്നത്. ഈ പെർഫ്യൂം ഇവിടെ നല്ലതായിട്ട് സ്യൂട്ടായി തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ. ഇനി കുറച്ചും കൂടി വെക്കാനുണ്ട്. ഇവിടേക്ക് എനിക്ക് കുറച്ചും കൂടി സാധനം വെക്കാനുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു വിക്സാണ്. വിക്സ് എനിക്ക് എന്തായാലും വേണ്ട ഒരു സാധനം. അപ്പോൾ അത് തന്നെ ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു കട്ടറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പത്തായിട്ട് എൻ്റെ ക്രീംസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഒരു കൺമഷി, 2 കൺമഷി ഉണ്ട് കേട്ടോ, അതും. പിന്നെ അത് ഈ ഒരു ഇൻസൈൻ്റെ ഐലൈനർ, എൻ്റെ ഫേവറേറ്റ് ഐലൈനറാണ് കേട്ടോ ഇത്. പിന്നെ ഒരു ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്ററും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് കോമ്പും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ കേട്ടോ വെച്ചെടുക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു കോമ്പും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ തന്നെ കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു കുഞ്ഞു ഷാമ്പു ആണ്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഷാമ്പു ആണ്, ഈ ഒരു നമ്പൂതിരീസിൻ്റെ ഒരു ഷാമ്പു. അപ്പോൾ അതും ഞാൻ ഇവിടെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് ബ്രേസ്ലൈറ്റും കൂടി വെക്കുന്നുണ്ട്. എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ വെക്കാനുള്ളതാണ്. പിന്നെ ഇതെൻ്റെ പൊട്ടിപ്പോയൊരു ലോക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് തുന്നാൻ വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അങ്ങനെ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡും കൂടി ഉണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഹെയർ ബാൻഡില്ലേ, അതാണ്. അത് ഞാൻ ഇവിടെ തന്നെ തിരികെ കയറ്റി വെക്കുന്നുണ്ട്. ഇത്രയും സ്ഥലമായിട്ട് ഇവിടെ കയറ്റുന്നതെന്ന് വെച്ചാൽ ഇത്തിരി ബോറായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ വെക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു ക്ലിപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് കുറച്ചുള്ളൂ, എന്നാലും ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ കിട്ടുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അത് ഞാൻ ഇവിടെ ഇട്ടെടുക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലിപ്പുണ്ട്, അത് ഞാൻ ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ടോ നമ്മൾ. അപ്പോൾ കണ്ട് ഏകദേശം ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെക്കാനുണ്ട് കേട്ടോ. അതിന് മുമ്പ് എനിക്ക് എൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഇങ്ങനത്തെ സ്പേസ് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ കുറച്ച് ബുക്സും കൂടെ എനിക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നടുക്കി വെക്കട്ടെ കേട്ടോ. ഞാൻ എൻ്റെ ബുക്സൊക്കെ ഞാനിവിടെ ഏകദേശം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിയിലൊരു പെട്ടി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വേഷം ഫുള്ള് സെറ്റ് ചെയ്യാനാണ്. കാരണം അവിടെയൊക്കെ ഭയങ്കര വൃത്തികേടായി തോന്നി. ഈ പാവയ്ക്ക് ചരിഞ്ഞു പോയി, അഴുക്ക് പിടിച്ചു, കുറേ സംഭവങ്ങളൊക്കെ പിന്നെ നടന്നു. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മൊത്തം അലങ്കോലെ കിടക്കുകയാണ്. തുണികളൊക്കെ നോക്കൂ കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഇവിടെ മൊത്തം ഇതായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വശമാണ് ആദ്യം ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ജേർണൽ ഡയറിയൊക്കെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങൾ കൂടി എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട്. എനിക്കിതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു റബ്ബറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് വെറും 30-20 അങ്ങനെ എന്തോ റേറ്റ് ഉള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഉണ്ടായിട്ടോ കേട്ടോ. അപ്പോൾ ഇതൊരു കണ്ണാടിയും പിന്നെ ഒരു കോമ്പും വരുന്ന സെറ്റ്. പിന്നെ ഇതൊരു ഡോംസിൻ്റെ ഒരു 18 ഷെയ്ഡ്സ് വന്നൊരു നമ്മുടെ വാട്ടർ കളറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ബോത്തായി തോന്നി. 30 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. 18 ഷെയ്ഡ്സിന് 30 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ന്യൂ ഷെയ്ഡ്സും കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് ഈ ഒരു കളറും പിന്നെ ഒന്ന് സിൽവറും ഗോൾഡും ഉണ്ട്, പിന്നെ ഈ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഈ പെഗ് ബോർഡിൻ്റെ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ റബ്ബർ ഞാൻ ഇവിടെ വെക്കാൻ വെച്ചു. പിന്നെ കളറും ഞാനിവിടെ വെക്കാൻ വെച്ചു. ഓൾറെഡി എനിക്ക് ഇവിടെ ഒരു ക്യാമലിൻ്റെ കളേഴ്സ് ഉണ്ട്. ഇതെത്രയാണ്? ഇതും 18 ഷർട്ട്സ് ആണ്, അങ്ങനെ എന്തോ ആണ്. ഇതും 18 ഷർട്ട്സ് തന്നെയാണ്. ഇതിനെക്കാട്ടും ചെറുതായിട്ടുള്ള കളേഴ്സാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ അത് കുറേ ഷെയ്ഡ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാലും ഈ സെയിം കളർ തന്നെയാണ് എല്ലാം. അപ്പോൾ എനിക്കിതാണ് ഇത്തിരി കൂടി വർത്തായിട്ട് തോന്നിയത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ കണ്ണാടി ഉൾപ്പെടെ ഞാൻ ഇവിടെ ഉണ്ടോ വെക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം നമുക്കിതിവിടെ വെക്കാം. സെക്കൻഡ് ഞാൻ ഈ ഒരു ഇറേസറാണ് ഇവിടെ വെക്കുന്നത്. നമുക്ക് കറക്റ്റ് സൈസാണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു കളറാണ് ഇവിടെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി എനിക്ക് ഈ ഒരു ടെഴി സെക്ഷനും കൂടി ഒന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ടെഴിയുടെ സെക്ഷനും കൂടി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും കൂടി എനിക്ക് കുറച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഈ പാവിന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെക്കാം. അപ്പോൾ അതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഈ വർഷം കൂടി ചെറുതായിട്ടൊന്ന് ശരിയാക്കണം. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കണം, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ കേസ് നമ്മുടെ റൂമിൻ്റെ റൂം ലുക്ക് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കുറേ നേരം ഞാൻ ഫോട്ടോ ഇട്ടിട്ടാണ് ഇത്രയും മണിക്കൂർ, 1 മണിക്കൂറാണ് ഞാൻ എൻ്റെ കുറേ നോക്കുന്നത്. പക്ഷേ അല്ലാതെ കാര്യങ്ങളാണെങ്കിലും കുറച്ച് സമയം വേണം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ റൂം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വാതിൽ വരുമ്പോൾ ഇവിടെ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ഡെക്കറേഷൻ കണ്ടിട്ട്, പിന്നെ ഇതൊരു അയൺ ചെയ്യുന്ന ടേബിള്, പിന്നെ ഇവിടെ ഞാൻ എൻ്റെ അലമാരിയുണ്ട്. പിന്നെ അതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്, എല്ലാ വീടുകളും പറയാറുണ്ട്. പിന്നെ ഇതെൻ്റെ ബെഡ്, എൻ്റെ ബെഡല്ല, ഞാൻ എൻ്റെ അമ്മയും കൂടി കിടക്കുന്ന ബെഡാണ്. പിന്നെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അവിടെ തുണി വെച്ച് മറിച്ചു. പിന്നെ ഇത് ഇത്രയും കൂടി സൈഡിലേക്ക് ആക്കാനുണ്ട്. പിന്നെ ഞാനെല്ലാം ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു കുഞ്ഞ് വേസ്റ്റ് ബിന്നും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് സംഭവമാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഈ റൂം ഇത്രയും നന്നായിട്ട് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇനി എനിക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ഇന്നെനിക്ക് വീഡിയോ എടുക്കണമെന്നാണെന്ന് അറിയില്ല, സ്റ്റോറി ബുക്ക് വായിക്കാൻ തോന്നി. അപ്പോൾ അത് ഞാൻ ഇതിപ്പോൾ സ്റ്റോറി ബുക്കാണ് വായിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചത്. ഫസ്റ്റ് ഞാൻ വെള്ളമൊക്കെ ഒന്ന് നിറച്ചുകൊണ്ട് വെക്കല്ലേ കേട്ടോ. ഞാൻ നേരത്തെ ചോറ് കഴിച്ചു. അപ്പോൾ എനിക്ക് നേരത്തെ ഉറങ്ങാൻ തോന്നി.
നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ രാവിലെ ഞാൻ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ ഞാൻ ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇത് തന്നെ ചിലപ്പോൾ വീഡിയോ ആയിട്ട് ഇടും, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിടും, അല്ലെങ്കിൽ എനിക്ക് തോന്നി ഞാൻ രാവിലെ ഇടും. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ ഇനി വെള്ളം നട്ടിട്ടുണ്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്തു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കൂടെ കഴിക്കാൻ ഞാനിവിടെ എന്താണ് നമ്മുടെ കപ്പലണ്ടി വറുത്തില്ല, അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. നല്ല ഉറക്കം വന്നിട്ട് ഞാനിപ്പോൾ ഒരു ഡ്രാമ എല്ലാം കണ്ടിട്ട് ഉറങ്ങാൻ പോകുന്നത്. ബുക്ക് വായിക്കണം ഇപ്പോൾ എനിക്ക് തോന്നണേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടി എന്ന് ഞാനൊരു വീഡിയോ ഇടാൻ പോവുകയാണ്. അപ്പോൾ അത് ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടി, അതിനിടയിൽ കൂടെ ഓട്ടം വന്നു, വെള്ളം മൊത്തം ലീക്കായി. ഞാനിപ്പോൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കുറച്ച് നിർത്തി വെച്ചേക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടോ ഇവിടെയൊക്കെ വെള്ളം വീണ് തുടങ്ങി. കണ്ടോ അതിങ്ങനെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. ഇതേ കണ്ടോ വെള്ളമായി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അടിയിലൊരു എന്തോ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തുറക്കാം, ഒരു ക്യാമറ ചെയ്തുകൊണ്ടിട്ട് വണ്ടി പ്രസ് ചെയ്യുമ്പോൾ തുറന്നു തരും. അടയ്ക്കുക. ഞാൻ എൻ്റെ ഫ്രണ്ട് വശം മാത്രമേ നോക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ഇത് നല്ല രസമുണ്ട്. ബാക്ക് വശം നോക്കിയില്ല. ഇനി എനിക്ക് ഡ്രാമ സീരീസ് ഒക്കെ കാണണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 7 AM, ഇങ്ങനെ 8 AM, 9 AM, 10 AM, 11 AM അങ്ങനെ എഴുതുകൊണ്ട് നമുക്ക് ഇത്തിരി ഉപകാരമായി. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമായിട്ടൊരു കുക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കൂടെ കഴിക്കാൻ സ്നാക്സ് ആയിട്ട് ഞാനിവിടെ എത്തുന്നത് ഞാൻ വെള്ളക്കപ്പലണ്ടി. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ രാവിലത്തെയും കൂടി വീഡിയോ ഇടാം കേട്ടോ. കുറച്ച് കപ്പലണ്ടി വെക്കാൻ ഇടാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യും. 20ാം തീയതി പരീക്ഷ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകും, അതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്നേരം ഉണ്ടാവുള്ളൂ, നാളെ ചിലപ്പോൾ വേണമെങ്കിൽ എടുക്കുള്ളൂ. കാരണം ഒരു 8 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കാറ് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും വയ്യം. വയ്യെടുക്കാൻ നിന്നാൽ അരമണിക്കൂർ അങ്ങനെ 9 മണിക്ക് സ്കൂളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എടുക്കില്ല. എനിക്ക് 100%-ലും 80% അതാണ് തോന്നുന്നത്. അങ്ങനെ ഞാനിപ്പോൾ തന്നെ ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യായിക്കോട്ടോ. അപ്പം ഇനി വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇനി വീഡിയോ ഇടില്ലെങ്കിൽ ബൈ.